ഉലകനായകൻ കമലഹാസനെ നായകനാക്കിയിട്ട് മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ എടുത്തു വെച്ചിട്ടുള്ള തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സിനിമ ഏതൊരു പ്രേക്ഷകനും കുറച്ച് പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ കാണാൻ പോയിട്ടുണ്ടാവുക. ഞാനും പ്രതീക്ഷയോടെ തന്നെയാണ് പോയത്. സിനിമ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. ഈ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹോപ്പും കാര്യങ്ങളും തന്നു. അതുപോലെ തന്നെ വലിയ താരനിരയുണ്ട്. കമലഹാസൻ, ചിമ്പു, അതുപോലെ തന്നെ തൃഷ, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി, അശോക് സെൽവൻ, ബാബുരാജ്, നാസർ എന്നിങ്ങനെയുള്ള വലിയ താരനിരയുണ്ട്. അതുപോലെ തന്നെ വിക്രം എന്ന സിനിമയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ കമലഹാസനാണ് സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത്. അപ്പോൾ എന്തായാലും അതിനേക്കാൾ മികച്ചൊരു സിനിമയായിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ ഒരു വിശ്വാസം നമ്മൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സിനിമ ഒരു വിജയമാവാനുള്ള എല്ലാ സാധ്യതയും കണക്കൂട്ടി തന്നെയാണ് ഏതൊരു പ്രേക്ഷകൻ സിനിമയ്ക്ക് പോകുന്നത്. ഞാനും അതിൽ പോയി ഇരുന്ന് സിനിമയുടെ ഒരു തുടക്കം കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി സിനിമയുടെ ഗതി എങ്ങോട്ടാണെന്ന്. ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കഥ, ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചതി, വഞ്ചന, അതുപോലെ തന്നെ ദത്തുപുത്രൻ്റെ സ്നേഹം, അതുപോലെ തന്നെ തമ്പിയുടെ സ്നേഹം, അണ്ണനും തമ്പിയും തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ സ്റ്റെപ്പിനി, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ കണ്ട അതേ സിനിമകൾ ഇങ്ങനെ കയറി വരും. മനസ്സിലായി ഇത് ആ സിനിമയല്ലേ, ഇത് ഈ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരികയാണ്.